ഇനി വഖദ് ശറഅ്തു ഫി ജംഇ ജുസ്ഇൻ. അപ്പൊ ഈ മിൻഹാജ് എഴുതുന്ന കാര്യമാണല്ലോ ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. അതിന്റെ കൂടെ ഒരു ചെറിയ കിതാബും കൂടി എഴുതുന്നുണ്ട് എന്നാ. വഖദ് എന്ന് പറഞ്ഞ തഹ്ഖീഖിനാണ്. അപ്പൊ വഖദ് ശറഅ്തു എന്ന് പറഞ്ഞപ്പോ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാവും അതിന്റെ അർത്ഥം. അപ്പോ ഫി ജംഇ ജുസ്ഇൻ, ചെറിയൊരു കിതാബ് ജമ്മ് ചെയ്യാന്, ജമ്മു എന്ന് പറഞ്ഞാൽ തൈലീഫ് എന്നുള്ള അർത്ഥം, രചിക്കുക, അതിന് ഞാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാ. അപ്പൊ ആരംഭിച്ചത് മിന്നാജ് ആരംഭിച്ചതിന് ശേഷം അങ്ങനെ പറയുന്ന ബഅദ ശുറൂഇ ഫി ദാലിക്കൽ മുഖ്തസരി കമാ അഫാദഹു സിയാഖു. സിയാഖ് എന്ന് എങ്ങനെ മനസ്സിലാകുന്നത്? പിന്നെ ഔ മഅ ശുറൂഇ ഫീഹി ഉർഫൻ, അല്ലെങ്കിൽ ഇത് ആരംഭിക്കലോടുകൂടെ എന്ന്. അപ്പൊ രണ്ട് കിതാബ് ഒന്നിച്ച് എഴുതാൻ പറ്റുമോ? അതിനാ പറഞ്ഞ ആരംഭിക്കലോടുകൂടെ എന്ന് പറഞ്ഞാൽ ആ മുസാഹബത്ത് എന്താണ് ഉർഫില്. അപ്പോ ഈ മിന്നാജ് എഴുതുന്നതിന് മുമ്പ് തന്നെ മറ്റേന്റെ ബിസ്മി ഹംദൊക്കെ എഴുതി വെച്ചാല് അങ്ങനെ ആകാലോ. അപ്പൊ വലാ യുനാഫീഹി ദാലിക സിയാഖ്, കമാ അഫാദഹു സിയാഖു എന്ന് ആദ്യം പറഞ്ഞില്ലേ, ആ സിയാഖ് ഇങ്ങനെ വെക്കുന്നതിനെതിരല്ല. പിന്നെ വത്തഅബീറു ബിത്തമാമി ലിഹ്തിമാലി അന്നഹു ബിഇഅ്തിബാരി മാ ഫി ദിഹ്നി. ആ സിയാഖ് എന്ന് പറഞ്ഞ ഏതായിരുന്നു? പൂർത്തിയായാല് ഇബാറത്തിട്ടത്. ഇൻ തമ്മ ഹാദൽ മുഖ്തസറു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പൂർത്തിയായാല് എന്ന് പറയണമെങ്കിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ട് വേണ്ടേ എന്നുള്ളത്. അതാണെന്ത് ആ സിയാഖ് എന്ന് പറഞ്ഞത്. അതാ ഇവിടെ വലാ യുനാഫീഹി ദാലിക സിയാഖു വത്തഅബീറു ബിത്തമാം. അപ്പോ അത് ഇൻതമ്മ ഹാദൽ മുഖ്തസർ എന്ന് പറഞ്ഞ സിയാക്ക് അനുസരിച്ച് എന്ത് ഖദ് ശറഅ്തു എന്ന് പറഞ്ഞത് ഇത് തുടങ്ങിയതിനു ശേഷമാണ് മറ്റേ തുടങ്ങിയത്. അപ്പൊ മുമ്പാണെങ്കിൽ ഉർഫൻ എന്നർത്ഥം വെച്ചാൽ മതി എന്നും പറഞ്ഞു. അപ്പൊ അതിനോടെതിരാവോ? അതില്ല. അത് ഇൻതമ്മ എന്ന് പറഞ്ഞത് ആ സിയാക്ക് എതിരാവൂല എന്ന് പറയാൻ കാരണം ഇഹ്തിമാലി അന്നഹു ബിഇഅ്തിബാരി മാ ഫി ദിഹ്നി, ദിഹിനിലുള്ളത് നോക്കിയിട്ടാണ് തമ്മ എന്ന് പറഞ്ഞത്. ദിഹിനില് സംഗതി പൂർത്തിയായിട്ടാണുള്ളത്, അത് ഖാരിജില് പൂർത്തിയായാല് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദിഹിനില് തുടങ്ങിയിട്ടുണ്ട്, അത് പൂർത്തിയായാല് എന്നിങ്ങനെയാണ് ആ സിയാക്കിന്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഉർഫൻ എന്നും വെക്കാം. ഈ ജമ്മി ജുസീൻ ഐ കിതാബിൻ സഗീരിൽ ഹജ്മീന, ജുസ് എന്ന് പറയുന്നത് ചെറിയ കിതാബിനാ. അപ്പൊ അതിനെ തഷ്ബീഹം ബി മാനൽ ജുസ്, ഒരു സാധനത്തിന്റെ ഒരു ജുസ് എന്ന് പറയുമ്പോ അത് ആ സാധനത്തിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കുമല്ലോ. അങ്ങനെ തഷ്ബീഹാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ചെറിയ കിതാബുകൾക്ക് ജുസ് എന്ന് പറയുക. ഹദീസിന്റെ കിതാബുകളുടെ കൂട്ടത്തിലുണ്ടല്ലോ ജുസ് എന്ന് പറയുന്നത്. ഹദീസിന്റെ കിതാബുകളുടെ കൂട്ടത്തില് സഹീഹ് എന്ന് പറഞ്ഞാൽ സിഹാഹു സിത്ത, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, ഇങ്ങനെ. പിന്നെ ജാമി സഹീഹ് സഹീഹ് ബുഖാരിക്ക് ജാമി എന്നും പറയുമല്ലോ. അതുപോലെ സഹീഹ് തിർമിദിക്കും എന്ത് പറയും? ജാമി എന്ന് പറയും. ജാമി തിർമിദി അല്ലെങ്കിൽ ജാമിഉൽ കബീർ, ജാമിഉൽ ബുഖാരി. മറ്റു 4 കിതാബിനും ജാമി എന്ന് പറയൂല. പിന്നെ സുനൻ എന്ന് പറയും ഈ പറഞ്ഞ 3 കിതാബിന്. ഏതിന്? നസായി, ഇബ്നു മാജ, അബൂദാവൂദിനൊക്കെ സുനൻ എന്ന് പറയും. പിന്നെ അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ടല്ലോ. പിന്നെ മുഅ്ജമുണ്ട്, മുസ്നദ് ഉണ്ട്, മുവത്തണ്ട്. ഇതെല്ലാം ഓരോ നൗഉകളുടെ പേരാണ് എന്നാ. അത് ഉലൂമുൽ ഹദീസിന്റെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ജുസ് എന്ന് പറഞ്ഞത് എന്താന്ന് പറയുന്നുണ്ട്. അതായത് ഒരു മസലയിലുള്ള ഹദീസുകൾ മാത്രം. ഉദാഹരണത്തിന് ജുസുഉൽ ഖിറാഅത്തി വറാ അൽ ഇമാമി, ഇമാമിന്റെ പിന്നിൽ ഓതുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് മാത്രം. അതിൽ ആ ഹദീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെ ജുസു റഫ്ഉൽ യദൈനി, തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുക, കൈ ഉയർത്തണ വേണ്ടേ? ഇഅ്തിദാലില് റുക്കൂയിൽ പോകുമ്പോ, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഹദീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ജുസ്. അതിനാ ജുസ് എന്ന് പറയാം. അപ്പൊ എന്നപോലെ ഇവിടെ ജുസ് എന്നുകൊണ്ട് ചെറിയ കിതാബ് എന്നാ. ലുഗത്തൻ ബിമാനൽ ജുസ് ലുഗത്തൻ വഹുവ ബഅലു ഷൈഇ ഉണ്ടോ. ലുഗത്തിലെ ജുസിനോട് ജുസ് ബഅലു ഷൈഇ എന്നാ. അപ്പൊ ഒരു കിതാബ് എന്ന് പറയാൻ മാത്രമല്ല, ചെറിയൊരു കിതാബ്. ലത്തീഫിൻ എന്ന് പിന്നെയും ചെറുതാക്കിയതിന്. അതാ ലത്തീഫിൻ ഹജ്മുഹു ജിദ്ദൻ, വളരെ ചെറിയൊരു കിതാബ് എന്നാ. അലാ സൂറത്ത് ഷർഹി ലിദഖായിഖി ഹാദൽ മുഖ്തസരി, ഈ മുഖ്തസറിന്റെ
ദഖായിഖുകൾ വിശദീകരിക്കുന്ന അതിനുള്ള ഒരു ഷറഹിന്റെ രൂപത്തിലാണ്. അപ്പോ വി ജംഇ ജുസീൻ ലത്തീഫിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല സൂറത്ത് ഷറഹി എന്നുള്ളത് ആ ജുസീന് രണ്ടാമത്തെ സിഫത്താ. ആ ജുസു തന്നെ ഷറഹിന്റെ രൂപത്തിലായ സിഫത്തുൻ സാനിയത്തുൻ ലി ജുസീൻ. എന്തിന് ഷറഹ്? ലി ദഖായിഖി ജംഉ ദഖീഖത്തിൻ വഹിയ മാ ഖഫിയ ഇദ്റാഖുഹു ഇല്ലാ ബഅദ മസീദി തഅമ്മുലിൻ. കൂടുതൽ ആലോചിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. ഇദ്റാഖ് ഖഫിയാണ്. അപ്പൊ അതാണ് എന്ത് നിഗൂഢമായത് എന്നൊക്കെ പറയുന്നത്, ഒളിഞ്ഞിരിക്കുന്ന എന്നൊക്കെ പറയുന്നതാ. പിന്നെ ഹാദൽ മുഖ്തസർ മിന്നൈദ് ഇഖ്തിസാറുഹു, ആ മുഖ്തസറിന്റെ ദഖായിഖ് എന്ന് പറഞ്ഞാൽ ഇഖ്തിസാറിന്റെ പേരിൽ വന്ന ദഖായിഖ് എന്ന്, അതല്ലാതെ മൊത്തം പറയൂല. മുഖ്തസർ എന്ന് പറഞ്ഞാൽ മുഹററും നബിമാമ് കൂട്ടിയതും എല്ലാം കൂടിയിട്ടല്ലേ മുഖ്തസർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഇഖ്തിസാറിന്റെ ഭാഗത്തിലൂടെ വന്ന ചില ദഖായിഖുകൾ മാത്രം. എന്തിനെ ഇഖ്തിസാർ ചെയ്താ? ലി ഇബാറത്തുൽ മുഹററി ലാലി കുല്ലി ദഖായിഖിൽ കിതാബി കമാ അശാറ ഇലൈഹി ലഫ്ളുൽ മുഖ്തസരി വസറഹ ബിഹി ഖൗലുഹു. അപ്പൊ ഇഖ്തിസാറിന്റെ ഭാഗത്തിലൂടെ ഉള്ളതാണ് എന്ന് ഈ മുഖ്തസർ എന്ന് പറഞ്ഞ പദം അറിയിക്കുന്നുണ്ട് എന്ന്. ലി ഹാദൽ മുഖ്തസരി എന്ന് പറഞ്ഞപ്പോ അതൊരു ഹുക്കുമ് ഒരു വസ്ഫിനോട് തഅലീഖാക്കി കഴിഞ്ഞാല് ആ വസ്ഫിന്റെ പേരിലാണ് ആ ഹുക്കും അവിടെ വരിക എന്നല്ലേ. അക്രിമിൽ ആലിമ എന്നാണ് സാധാരണ ഉദാഹരണം പറയല്ലേ അല്ലെ. അപ്പൊ ഇൽമിഹി എന്നാണ്, അയാൾക്ക് ഇൽമുള്ളതുകൊണ്ട് ബഹുമാനിക്കണം എന്നാ. പിന്നെ അയാളെ സിന്ന് പ്രായമുള്ളത് കൊണ്ട് ചിലപ്പോൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അയാൾ വേറെന്തെങ്കിലും ആ കുഴപ്പം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അയാളെ ബഹുമാനിക്കാതിരിക്കണം, അതൊക്കെ വേറെ വിഷയമാണ്. അപ്പൊ അക്രിമിൽ ആലിമ എന്ന് പറഞ്ഞാൽ അതൊന്നും പെടൂല. പിന്നെ അപ്പൊ എന്ന പോലെ മുഖ്തസർ ലി ദഖായിഖി ഹാദൽ മുഖ്തസരി എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ മനസ്സിലാകുന്നു. അപ്പോ കമാശാറ ഇലൈഹി എന്ന് പറഞ്ഞത് എന്താണ്? മിന്നൈദ് ഇഖ്തിസാറുഹു ലി ഇബാറത്തുൽ മുഹററി ലാലി കുല്ലി ദഖായിഖിൽ കിതാബി എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞതാണ്. പിന്നെ വസറഹ ബിഹി ഖൗലുഹു, അത് ഇഷാറത്തും ചെയ്യുന്നുണ്ട്, സ്വരീഹന് ശേഷം പറയുന്നുണ്ട്. കമാശാറന്റെ മേലത്ത് വസറഹ മഖ്സൂദി ബിഹി, ആ മുഖ്തസർ കൊണ്ട് എന്റെ ഉദ്ദേശം എന്താണ്? തംബീഹു അലൽ, അല്ലെങ്കിൽ ആ ജമ്മു കൊണ്ട് എന്റെ ഉദ്ദേശം, ആ ജുസ് കൊണ്ട് ഉദ്ദേശം അല്ലെ, ജുസുവിനെ ജമ്മി ചെയ്യുന്നത് കൊണ്ടുള്ള എന്റെ ഉദ്ദേശം എന്താ? അത്തംബീഹു അലൽ ഹിക്മത്തി, ഹിക്മത്ത് ഉണർത്തുക എന്നുള്ളതാ, ബോധ്യപ്പെടുത്തുക എന്നാണ്. തംബീഹ് എന്ന് പറഞ്ഞാൽ നുബുഹത്ത് എന്ന് പിടിച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ബോധ്യപ്പെടുത്തുക. അലൽ ഹിക്മത്തി ഐ സബബി, സബബ് എന്ത് ചെയ്യാ? എന്തിലുള്ള സബബ്? ഫിൽ ഉദൂലി അൻ ഇബാറത്തിൽ മുഹറരി ഫി ഇൽഹാഖ് ഖൈദിൻ ഔ ഹർഫിൻ ഔ ഷർത്തിൻ ലിൽ മസ്അലത്തി വനഹ്വി ദാലിക, അല്ലെങ്കിൽ വനഹ്വി ദാലിക, അല്ലെങ്കിൽ അവിടെ വനഹ്വു ദാലിക വഅക്സറു ദാലിക മിനൽ ളറൂറിയ്യാത്തില്ലത്തി ലാ ബുദ്ദ മിൻഹാ എന്ന് പറയുന്നുണ്ട്. അവിടെ മർഫൂആയിട്ടാണ് ഇബ്നു ഹജർ തങ്ങൾ ആദ്യം വായിക്കുന്നത് മൂത്തതയായിട്ട്, പിന്നെ മജ്റൂർ സഹിയാവും ജർ സഹിയാവും പറയുന്നുണ്ട് വനഹ്വി ദാലിക. അപ്പൊ ഏതായാലും ഇവിടെ തംബീഹ് കാരണമാണ്. എന്തിനുള്ള കാരണം? ഫിൽ ഉദൂലി അൻ ഇബാറത്തുൽ മുഹറരി, മുഹറന്റെ ഇബാറത്തിന് തൊട്ട് തെറ്റി. എന്തിന്? ഫി ഇൽഹാഖ് ഖൈദിൻ, ഒരു ഖൈദ് ചേർക്കുമ്പോൾ ഇബാറത്ത് മാറുമല്ലോ. അവ ഹർഫിൻ അല്ലെ ഒരു ഹർഫ് ചേർക്കുമ്പോ, അല്ലെങ്കിൽ ഒരു മസലന്റെ ഷർത്ത് ചേർക്കുമ്പോ, അപ്പൊ ഇതിന് ഇബാറത്ത് മാറ്റിയതിന്റെ കാരണം വിശദീകരിക്കലാണ് എന്ന പോലെ. എന്നിട്ട് പറഞ്ഞു? അതാണെങ്കിലോ ദറൂരിയാത്തിൽപ്പെട്ടതുമാണ്. അതാ പിന്നെ ശേഷം പറയുന്നത്. അപ്പോ വത്തഹഖീഖു, അതായത് അലൽ ഹിക്മത്തി ഐ സബബി എന്ന് പറഞ്ഞു. പിന്നെ വത്തഹഖീഖു അന്നഹ ബിനഹ്വി വമൻ യൂത്തൽ ഹിക്മത്ത അൽ ഇൽമു വൽ അമലുൽ മുതവഫിറു ഫീഹിമാ സായിറു ശുറൂത്തുൽ കമാലി വ മുതമ്മിമാതുഹൂന. ഇവിടെ ഹിക്മത്തിന് സബബ് എന്ന് പറഞ്ഞു. ഹിക്മത്തിന് പല അർത്ഥമുണ്ട്, ചിലടത്ത് വെറും ഇൽമു എന്നർത്ഥമുണ്ട്. അപ്പോ ഇൽമ് എന്താണ്? മുത്തലക്ക ഇൽമു എന്നർത്ഥമുണ്ട്. എന്ന പോലെ ഇൽമ് ഹിക്മത്ത് എന്ന് പറഞ്ഞാല് രസകരമായ ഇൽമ്, അങ്ങനെ അർത്ഥമുണ്ട്. ഇൽമുൻ മുസ്തംലഹുൻ, അത് കുറച്ചുകൂടി അഹസ്സാണ്. എന്നാൽ വമയ്യൂത്തൽ ഹിക്മത്ത പോലത്തെ ഹിക്മത്തോ അതില് തഹ്ഖീഖ് എന്താണ്? അൽ ഇൽമു, ഇൽമാണ്, വൽ അമലു, ഇൽമു മാത്രമല്ല അമലുമാണ്. മയ്യൂത്തൽ ഹിക്മത്ത ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇൽമുണ്ടായ പോരാ, അമലും കൂടി വേണം. ആ അമലും ഇൽമിലും എന്തും വേണം, അത് രണ്ടും ഉണ്ടായാലും പോരാ. അൽ മുത്തവഫിരി ഫീഹിമ, അത് രണ്ടിലും ലഭ്യമാണ്.
ഉണ്ട്. എന്തുണ്ട് എന്ന് സായിറു ഷുറൂത്തുൽ കമാലി, കമാലിന്റെ മറ്റു ഷർത്തുകളും ഉണ്ട്. മുത്തമ്മിമാത്തുഹു, കമാലിന്റെ മറ്റ് മുത്തമ്മിമാത്തുകളും ഉണ്ട്. ആ നിലക്കുള്ള ഇൽമു അമലുമാണ് ആ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെറും ഇൽമുന്നോ വെറും അമലെന്നൊന്നും അല്ല. അത് കുറച്ച് പ്രയാസം തന്നെയാണ്. കുറച്ച് വലിയൊരു മർത്തബയാ പറയുന്നത്. അപ്പൊ തംബീഹു എന്താണ്? മഖ്സൂദി ബിഹി തംബീഹു ഫിൽ ഉദൂലി അൻ ഇബാറത്തുൽ മുഹറരി അലൽ ഹിക്മത്ത്. എന്തിനാ ഹിക്മത്ത്? ഈ ഉദൂലിലുള്ള ഹിക്മത്ത് വിശദീകരിക്കുക, സബബ് വിശദീകരിക്കുക. ഇബാറത്തുൽ മുഹറരി, മുഹററിന്റെ ഇബാറത്തിനെ തൊട്ട് തെറ്റുക. പിന്നെ വഫി ഇൽഹാഖ് ഖൈദിന്റെ, ഞാൻ നേരത്തെ വായിച്ചപ്പോ വാവ് വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ. ഫിൽ ഉദൂലി അൻ ഇബാറത്തുൽ മുഹറരി, മുഹററിന്റെ ഇബാറത്തിനെ തൊട്ട് തെറ്റി പല സ്ഥലത്തും ഇബാറത്ത് മാറ്റിയിട്ടുണ്ടാവും. അതായത് ഖരീബ് മാറ്റുക എന്ന പോലെ, എന്താണ് മൂഹിമ് മാറ്റുക ഒക്കെ പറഞ്ഞില്ലേ. പിന്നെ വഫി ഇൽഹാഖ് ഖൈദിൻ, ഖൈദ് ചേർക്കുക, ഹർഫ് ചേർക്കുക, ഇതിലൊക്കെയുള്ള കാരണം പറയുക. ഇൽഹാഖി അസ്സായിദി അലൽ മുഹറരി ബിലാ തമ്മീസിൻ മിൻ ഖൈദിൻ എന്ന ഇൽഹാഖി സായിദ്, മുഹററിനേക്കാൾ സായിദിനെ ചേർക്കുക, തമ്മീസ് ഇല്ലാതെ ചേർക്കുക. ആ തമ്മീസ് ഇല്ലാതെ ചേർക്കുന്നതിനാണ് ആ പറയേണ്ടത്. അല്ല തമ്മീസുള്ള കുൽത്തു അല്ലാഹു അലം പറഞ്ഞ ആ തമ്മീസുള്ളതിന്റെ കാരണം പറയൂല, അതില്ലാത്തത്. ബിലാ തമ്മീസിൻ ആ അസായിദ് എന്തിനാല്? പിന്നെ മിൻ ഖൈദിൻ ലിൽ മസലത്തി, അസായിദിന് എന്താണ് ബയാന. മിൻ ഖൈദിൻ ലിൽ മസല ഔ ഹർഫിൻ ഫിൽ കലാമി, അല്ലെ ഒരു ഹർഫ് കൽ ഹംസത്തി ഫി അഹഖ്, അഹഖു മാ ഖാല എന്ന് പറഞ്ഞ മുമ്പ് ഉദാഹരണം പറഞ്ഞില്ലേ അത്. ഔ ഷർത്തിൻ ലിൽ മസലത്തി, മസലക്ക് ഷർത്ത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓ ബിസ്സുക്കൂനി ലുഗത്തൻ, ഷർത്ത് റായിന് സുക്കൂനാണ്. തഅലീഖു അംരിൻ മുസ്തഖ്ബിലിൻ ബിമിസ്ലിഹീന, മുസ്തഖ്ബിലുള്ള ഒരു കാര്യത്തിന് അതിനോട് തുല്യമായതിനോട് എന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിലുള്ള ഒന്നിനോട് തഅലീഖാക്കുക. ഷർത്തും ജവാബും എന്താണ്? പിന്നീട് സംഭവിക്കുന്നതായിരിക്കുമല്ലോ. അതാ മുസ്തഖ്ബിലുള്ള ഒന്നിനെ മുസ്തഖ്ബിലുള്ള ഒരു കാര്യത്തിനോട് ബന്ധിപ്പിക്കുന്നതിനാണ് ഷർത്ത് എന്ന് പറയുക ലുഗത്തില്. ഇസ്തിലാഹിലോ വസ്തിലാഹൻ മായത്തി അവല ഷുറൂത്തി സലാത്തി, ഷുറൂത്ത് സലാത്തിന്റെ തുടക്കത്തിൽ വരുന്നതാണ്. പിന്നെ അത് മായത്തവഖഫു അലൈഹി സിഹത്തുഹു ആണ്, വലൈസ മിൻഹ എന്നുമാണ്. അതിന്റെ ഉള്ളിൽ അല്ലാതെ പുറത്തായും കൊണ്ട് അതിന്റെ സിഹത്ത് എന്താകുന്നത്? ആശ്രയിക്കുന്ന ഒരു കാര്യം. പിന്നെ വഖ്തലഫു അലിഷർത്ത് യുറാദിഫുൽ ഖൈദ, ഖൈദും ഷർത്തും ഒരർത്ഥാണോ അല്ലേ? വറുജ്ജിഹ അന്ന മആലഹുമാലി ഷൈഇൻ വാഹിദിൻ, രണ്ടിന്റെയും മആലൊന്നാണ് എന്ന് പറഞ്ഞിട്ട് തർജീഹാക്കിയിട്ടുണ്ട്. റുജ്ജിഹ അന്ന രണ്ടും ഒന്നല്ലെങ്കിലും രണ്ടിലെയും മആല് ഒന്നാണ് എന്ന് പറഞ്ഞാല് മാസതക്കാത്ത് ഒന്നാണ് എന്നുള്ള അർത്ഥത്തിനാ പറഞ്ഞത്. ഇതും അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയും, രണ്ടിന്റെയും മഫ്ഹൂമ് പറയുകയാണെങ്കിലും. യുറദ്ദു എന്നാൽ ആ തറാദുഫ് റാജിഹാക്കപ്പെട്ടിട്ടുണ്ട് എന്നാ. യുറദ്ദു അന്ന മഹാലഹുമ ലിശൈഇൻ വാഹിദിൻ വറുജ്ജിഹ വറുദ്ദ. പിന്നെ എന്നാല് അത് തള്ളപ്പെട്ടിട്ടുണ്ട് ആ തറാദുഫ്. ബിഅന്ന മിൻ അഖ്സാമിൽ ഖൈദി, ഖൈദിന്റെ അഖ്സാമിൽപ്പെട്ടതാണ് മാ ജീഅ ബിഹി ലി ബയാനിൽ വാഖി. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖൈദ് എന്തിനാ? ജംഇനോ മൻഇനോ അല്ലെങ്കിൽ വാഖീനെ ബയാൻ ചെയ്യാനോ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അപ്പൊ വാഖീനെ വിശദീകരിക്കാൻ വേണ്ടി ഖൈദ് കൊണ്ടുവരും. ഷർത്ത് അങ്ങനെ ഉണ്ടാവോ? ഇല്ല. കമാമറ വഹുവ നഖീലു ഷർത്തി, അത് ഷർത്തിന്റെ നേരെ എതിരാണ്. കാരണം ഷർത്ത് മുസ്തഖ്ബിലുള്ള കാര്യമായിരിക്കും രണ്ടും. അവിടെയാണ് തഅലീഖ്. വാഖി എന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിലുള്ളതല്ലല്ലോ, അത് മാലിയിലുള്ളതല്ലേ. അപ്പൊ രണ്ടിന്റെയും മാലൊന്നെന്ന് പറഞ്ഞാലും ശരിയാവൂല, രണ്ടും തറാദുഫാണെന്ന് പറഞ്ഞാലും ശരിയാവൂല. പിന്നെ നഹ്വിദാലിക്കാന്ന് വായിച്ചാൽ എളുപ്പമാണ് അല്ലെ. ഇൽഹാഖ് ഖൈദിൻ എന്ന പോലെ ഹർഫിൻ ഔ ഷർത്തിൻ ലി മസലത്തിൻ നഹ്വിദാലിക്ക ഇതുപോലത്തതും എന്നിങ്ങനെ. എന്നാല് നഹ്വുദാലിക്ക എന്നാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ നഹ്വിദാലിക്ക എന്ന് പറയുമ്പോ ഇതുപോലത്തെ വേറെ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, അതെല്ലാം ഉൾപ്പെടും. അപ്പോ നഹ്വുദാലിക്ക മുബ്തദഉൻ വഹുവ തംബീഹു അലൽ മഖാസിദി. നഹ്വുദാലിക്ക എന്ന് പറഞ്ഞ നഹ്വ് ഏതാണ്? അത് മഖ്സൂദുകൾ ഉണർത്തുക. തംബീഹു അലൽ മഖാസിദി വമാ ഖദ് യഖ്ഫ, ഖഫിയായത് ഉണർത്തുക.
വമിൻഹു ബയാനു ഷുമൂലി ഇബാറത്തിഹി ലിമാലം തഷ്മൽഹു ഇബാറത്തു അസ്ലിഹി. അതിൽപ്പെട്ടത് തന്നെയാണ് എന്ത്, മുസന്നിഫിന്റെ ഇബാറത്ത് ഷാമിലാക്കുന്നുണ്ട്, ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അസിലിന്റെ ഇബാറത്ത് ഉൾക്കൊള്ളിക്കാത്തത് എന്ന് പറഞ്ഞ അതിൽപ്പെട്ടതാണ്. ഏത് മായഖ്ഫയിൽ പെട്ടതാണ് അല്ലെ, അത് മായഖ്ഫയിൽ പെട്ടതാണ്. അപ്പൊ അവിടെ പറയും ഈ ഭാരത്ത് ആ ഭാരത്ത് ഉൾക്കൊള്ളിക്കാത്ത ഇന്നതൊക്കെ ഉൾക്കൊള്ളിക്കുന്നു എന്നിങ്ങനെ എന്താണ് മഖാസിദ് ഉണർത്തുക, ഖഫിയായത് ഉണർത്തുക എന്ന് പറഞ്ഞല്ലോ. ഇതുപോലത്തത് എന്ന് പറഞ്ഞിട്ട് പറയാ അക്സറു താലിക്ക, അതിലെ അക്സറും ഏത് മിനൽ ലറൂരിയാത്തി. അക്സറു താലിക്ക എന്ന് പറഞ്ഞത് ഈ നഹ്വു താലിക്ക എന്ന് പറഞ്ഞ താലിക്ക അല്ല ഈ അക്സറു താലിക്ക എന്ന് പറഞ്ഞത്. അക്സറു താലിക്ക എന്ന് പറഞ്ഞാൽ നഹ്വു താലിക്ക എന്ന് പറഞ്ഞ താലിക്കയും പെട്ടു, അതായത് തംബീഹുൻ അലൽ മഖാസിദും മഖദി അഖ്ഫയും പെട്ടു. അതിന് പുറമെ എന്താണ് നേരത്തെ പറഞ്ഞ ഹിക്മത്ത്, എന്താ ഉദൂലുൻ അൻ ഇബാറത്തുൽ മുഹററു ഫി ഇൽഹാഖ് ഖൈദിൻ, അതെല്ലാം കൂടി പെട്ടിട്ടാണ് അക്സറു താലിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ അൽ മദ്കൂറു എന്ന് പറഞ്ഞത്. മിനൽ ലറൂരിയാത്തി, അതെല്ലാം ലറൂരിയാത്തിൽ പെട്ടതാണ്. പിന്നെ അപ്പൊ അത് പറയേണ്ടതാണെന്ന് അർത്ഥം, വിശദീകരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കിതാബ് എഴുതി വിശദീകരിക്കുന്നത്. പിന്നെ ഇനി വയസിഹു ജറു നഹ്വി വനഹ്വു താലിക്ക എന്നുള്ളിടത്ത് നഹ്വി താലിക്ക എന്ന് വായിക്കാം. വഹുവ ലാഹിറുൻ, അത് ഇത്ര ഇടങ്ങാറില്ല, അത് ലാഹിറ. അപ്പൊ ലാഹിറ അല്ലാത്തൊരു മേനാണ്ട് പറഞ്ഞെന്നാ. അപ്പൊ വനഹ്വു താലിക്ക എന്ന് പറഞ്ഞാൽ അക്സറു താലിക്ക എന്നുള്ളതോ അത് അതിന്റെ മേൽ അത്ഫാണ്, രണ്ടിന്റെയും കൂടി ഖബറാണ് മിനൽ ലറൂരിയാത്തി എന്ന് പറഞ്ഞത്. പിന്നെ മിനൽ ലറൂരിയാത്തി വഹിയ, ലറൂരിയത്ത് എന്താണ് ലാ മന്ദൂഹത്താൻ മാലാ മന്ദൂഹത്താൻ, ഒഴിവാക്കാൻ പറ്റാത്തത് എന്നാ. തഫ്സീറുഹാ ബിമാ യഹ്താജു ഇലൈഹി, മാ യഹ്താജു ഇലൈഹി എന്ന് പറഞ്ഞാൽ ഖാസിറുൻ, അത് ലറൂരിയല്ലല്ലോ, അത് മുഹ്താജല്ലേ ആകുന്നു. ഹാജത്തും ലറൂറത്തും തമ്മിൽ വ്യത്യാസമല്ലേ, അതുകൊണ്ടാണ് അത് ഖാസിറുൻ. അത് വേണ്ട പോലെ ആയില്ല തഫ്സീർ, അത് എന്താണ് ചുരുങ്ങിയ തഫ്സീറാ. ഫമിൻ സമ്മ വസ്സറഹാ ബിഖൗലിഹി, അങ്ങനെ തഫ്സീർ ചെയ്യൽ ഖാസിറാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ലറൂരിയാത്തിനെ ഒന്ന് തഫ്സീർ ചെയ്തത് അല്ലത്തി ലാബുദ്ദ മിൻഹാൻ. അപ്പൊ ലാ മന്ദൂഹത്ത അൻഹു എന്ന് പറഞ്ഞതാണ് ഉദ്ദേശം. ചിലപ്പോ ലറൂരിയാത്ത് മുഹ്താജ് എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഒരു തഫ്സീർ ഉള്ളത് കൊണ്ടാണ് തഫ്സീറുഹാ ബിമാ യഹ്താജു ഇലൈഹി എന്നൊരു തഫ്സീർ ലറൂരിയത്തിനുള്ളത് കൊണ്ടാണ് ഫസ്സറഹാ ബിഖൗലിഹി. അപ്പൊ മുസന്നിഫ് അല്ലത്തി ലാബുദ്ദ മിന്ന എന്ന് പറഞ്ഞാൽ ലറൂരിയത്തിന് രണ്ടർത്ഥം ഉള്ളത് കൊണ്ടാണ്. അതിൽ രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുഹ്താജ് മാ യഹ്താജു ഇലൈഹി എന്ന് പറഞ്ഞത്, മാ യുഹ്താജു ഇലൈഹി എന്ന് പറഞ്ഞത് ഖാസിറായ തഫ്സീറുമാണ്. അപ്പൊ അത് ഖാസിറായത് കൊണ്ട് എന്നല്ല, അങ്ങനെ ഒരു തഫ്സീർ ഉള്ളത് കൊണ്ട്, ഖാസിറാണത്, അങ്ങനെ ഒരു തഫ്സീർ ഉള്ളത് കൊണ്ട് ലാ മന്ദൂഹത്ത അൻഹു എന്ന അർത്ഥത്തിന് എന്ത് ചെയ്തു, മുസന്നിഫ് തഫ്സീർ ചെയ്തു എന്നാ. പിന്നെ ലി മസീദിൽ കമാലി, അത് ലാബുദ്ദ മിന്നുമാണ്, ലാ മന്ദൂഹത്ത അൻഹു ആണ്. എന്തിന്, കമാലിന്റെ വർധനവിന്, അല്ലാതെ അസല് കാര്യങ്ങൾ അറിയാനല്ല. അഭിമാരിവത്തിൽ അഷിയാ വജിഹിഹ, വിഷയങ്ങൾ അതിന്റെ വജുഹനുസരിച്ച് യഥാവിധി അറിയുന്നത് കൊണ്ട് കമാല് കൂടുമല്ലോ. ആ സിയാദത്തുൽ കമാലിന് അത് അനിവാര്യമാണ്. കാലഷുറാഹു, ഈ മിനൽ ലറൂരിയാത്തില്ലത്തി ലാബുദ്ദ മിന്ന എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞല്ലോ. അക്സറു താലിക്ക, ഈ അക്സറു താലിക്ക എന്ന് പറഞ്ഞപ്പോ ഇതിൽ കുറച്ച് ഒഴിവായല്ലോ, ചിലതൊന്നും ലറൂരി അല്ല എന്ന് വന്നു. അതേതാ, അതിന് ശാരീഹ്യങ്ങൾ പറഞ്ഞു വഹ്തറസബി താലിക്ക അമ്മാ ലൈസബി ലറൂരിയിൻ. അക്സർ എന്ന് പറഞ്ഞിട്ട് മിനൽ ലറൂരിയാത്തി എന്ന് പറഞ്ഞപ്പോൾ ലറൂരി അല്ലാത്തതിനെ തൊട്ട് സൂക്ഷിച്ചതാണ്. ബൽ ഹസനുൻ, അത് ലറൂരി അല്ലെങ്കിലും അത് ഹസനാണ്, നല്ലത് തന്നെ. സിയാദത്തിൽ ലഫ്ലി തലാഖ്, അതിന് ഉദാഹരണം പറഞ്ഞിങ്ങനെയാ. ഇബ്നു ഹജർ തങ്ങളിപ്പോ ശാരീഹ്യങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങനെ പോകുന്നത് ഇനി അതിനെ ഇത്രാൾ ചെയ്യാൻ വേണ്ടിയാ. അതൊക്കെ സിയാദത്തിൽ ലഫ്ലി തലാഖ്, തലാഖിന്റെ ലഫ്ല് വർദ്ധിപ്പിച്ചു. ഫി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലിൽ ഫൈനിൻ ഖത്തഅ ലം യഹില്ല ഖബ്ലൽ ഗസ്ലി ഗൈറു സൗമി വത്തലാഖി എന്ന് പറഞ്ഞു. അണ്ട് രക്തം മുങ്കത്തിയായാല്, ഹായിലിന്റെ നുഫസായിന്റെ രക്തം മുങ്കത്തിയായാല് കുളിക്കുന്നതിന് മുമ്പ് നോമ്പും എന്ന പോലെ തലാഖും അല്ലാത്ത മറ്റൊന്നും ഹലാലല്ല എന്ന് പറഞ്ഞു. അവിടെ വത്തലാഖി എന്ന് കൂട്ടി. അപ്പൊ ഈ പറഞ്ഞത് എന്താണ്, ലറൂരിയല്ല, അത് ഹസനാണ് എന്നാ. പിന്നെ മാന്നഹു ലം യദ്കുറുഹു ഫിൽ മുഹറമാത്തി,
അത് മുഹറമാത്തിൽ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ലറൂരി അല്ലാതായത്. ഹറാമാകുന്ന കാര്യം പറഞ്ഞപ്പോൾ തലാക്ക് ഹറാമാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഹലാലാവുമ്പോൾ ഏതൊക്കെ ഹലാലാവും എന്ന് പറയേണ്ടി വരും, പറയല് ലറൂരിയാവും. മുഹറമാത്തിൽ പറയാത്തപ്പോ എന്താണ് പിന്നെ ഇപ്പുറത്ത് പറയല് ലറൂരിയല്ല ഹസനാണ് എന്നാ ഇങ്ങനെ പറയുന്നത്. ഓമദിക്കിരി അസിലിൻ ലഹു ബിത്തലാഖി. എന്നാലോ അസില് ഇതിനെ പറഞ്ഞത്, മുഹറർ ഇതിനെ എവിടെ പറഞ്ഞത്? അത് തലാഖിന്റെ മസലയിലാ പറഞ്ഞത്, ബാബിലാ പറഞ്ഞത്, ഹൈദിന്റെ ബാബിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ വജുഹു ഹുസ്നിഹി, അപ്പൊ തലാഖ് ഹറാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അസിലുണ്ട് മിന്നാജിലുണ്ട്, മസല മൊത്തത്തിൽ കിതാബിലുണ്ട്, ഇല്ലാതായിട്ടില്ല. പക്ഷെ ഇത് ഈ സ്ഥലത്ത് പറയൽ എന്താണ്? ഹസനാണ്. വജുഹു ഹുസ്നിഹി തംബീഹു അലാ മാ ലഅല്ലഹു യഖ്ഫാ ഫീ മഹല്ലിൻ ഉഹ്തിജ ഇലൈഹി ഫീഹി. അതാണ് ഹസനാകാൻ കാരണം. അത്തംബീഹ് അലാമ പിന്നെ ഒന്നിന്റെ മേൽ ഉണർത്തുക. ലഅല്ലഹു ആ ഒന്നായേക്കാം യഖ്ഫ, അത് ഖഫിയാകാം. ഫീ മഹല്ലിൻ ഉഹ്തിജ ഇലൈഹി, ആ ഒന്നിലേക്ക് ആവശ്യമാകും. ഫീഹി, ആ മഹല്ലിൽ അത് ആവശ്യമാകും. അത് ഖഫിയായാലും പറ്റൂലല്ലോ. അതായത് അയല് മുങ്കത്തിയായ ആ സമയത്താണ് എന്ത് ഭർത്താവ് തലാക്കെല്ലാം വിചാരിച്ചിരുന്നു, അയലുള്ളതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാ. അപ്പൊ മുങ്കത്തിയാവുമ്പോ അത് ചെയ്യാൻ പറ്റൂല്ലേ, അല്ല കുളിച്ചിട്ട് വേണോ എന്നറിയേണ്ട ഒരു സ്ഥലമല്ലേ അത്. അപ്പൊ അതുകൊണ്ട് അതൊരു അറിയുന്ന സ്ഥലമായതുകൊണ്ട് അത് ഹസനായി. ഫീ സിഹ്ഹത്തിഹി നളറുൻ. ഇങ്ങനെ എന്ത് ശുറാഹ് പറഞ്ഞു, ഈ ശാരിഹ്യങ്ങൾ പറഞ്ഞത് എന്താണ് സഹീഹാണോ എന്നതിൽ നളറുണ്ട്, ഫസാദുണ്ട് എന്നാ. അക്സർ ദാലിക മിനൽ ദറൂരിയാത്തി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കൂട്ടലും കുറക്കലും എന്ന പോലെ പിന്നെ ഈ ഹർഫ് മാറ്റലും അതും ഇതെല്ലാം എന്താണ് ദറൂരിയാത്തിൽപ്പെട്ടതാണ് അതിന്റെ അക്സറും. അപ്പൊ അക്സർ അല്ലാതെ ഹസനായ നിലയിൽ വന്ന ഒന്നാണ് ഇത് എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ച് പറയുന്നത് അത് ശരിയാവൂലല്ലോ. ലിഅന്നൽ മുഷാറ ഇലൈഹി ബിഖൗലിഹി ദാലിക ലൈസ ഫീഹി സിയാദത്തു മസ്അലത്തിൻ മുസ്തഖില്ലത്തിൻ. അതിലൊരു മുസ്തഖില്ലായ മസല കൂട്ടൽ അതിൽ പെട്ടിട്ടില്ല എന്നാണ്. വഹാദല്ലദീ അഖ്റജൂഹു ബിഹി മസ്അലത്തുൻ മുസ്തഖില്ലത്തുൻ. ഇവര് പറഞ്ഞത് തലാഖല്ലേ എന്താണ് ഹലാലാണ് എന്ന് പറഞ്ഞൊരു മുസ്തഖില്ല മസലയല്ലേ, അത് ഈ പറഞ്ഞ ദാലിക്കയിൽ പെട്ടിട്ടില്ലല്ലോ എന്നാ. പിന്നെ അപ്പൊ അക്സർ ദാലിക്ക എന്ന് പറഞ്ഞ ദാലിക്കക്ക് ഇപ്പൊ പറയുന്ന അർത്ഥം അനുസരിച്ച് എന്താണ് ഇവിടെ പറഞ്ഞ അൽ ഉദൂലു അൻ ഇബാറത്തുൽ മുഹറർ ഇൽഹാഖ് ഖൈദ്, ഇൽഹാഖ് ഹർഫ്, ഇൽഹാഖ് ഷർത്ത്, അത്രേ വിട്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ ആമാക്കി പറഞ്ഞിരുന്നു, ആ അർത്ഥം ശേഷം വരുന്നുണ്ട്. അപ്പോ ഇവര് പറഞ്ഞ അനുസരിച്ച് എന്ത് അത് ശരിയാവില്ല. കാരണം എന്ത് മസല മുസ്തഖില് കൂട്ടുന്ന അതിൽ പെട്ടിട്ടില്ല. ഇവര് പറഞ്ഞത് മസല മുസ്തഖില്ലാണ്. അത് മസലത്തുൻ മുസ്തഖില്ലത്തുൻ നളീറു വലായത്തക്കല്ലമു അസ്സാബിഖത്തൂന. മുമ്പ് പറഞ്ഞ ലായത്തക്കല്ലമൂന്നൊരു മസല കൂട്ടിയല്ലോ, മുസ്തഖില്ലായ മസല കൂട്ടും എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വലായത്തക്കല്ലം, ഖലായിൽ സംസാരിക്കരുത് എന്ന് അല്ലെ, അതിന്റെ നളീറാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതൊരു മുസ്തഖില്ലായ മസലയാണ്. ഫലായസുഹു ഇഖ്റാജുഹു ബിഹി. അപ്പൊ ദാലിക്കയിൽ പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ആ ദാലിക്കയിൽ പെട്ടതിന്റെ അക്സർ എന്ന് പറയുമ്പോ അതിന്റെ മറുവശത്തല്ലേ അക്കല്ല് വരിക. അപ്പൊ ഏതായാലും ദാലിക്കയിൽ പെടണമല്ലോ, എന്നാലല്ലേ പറ്റുള്ളൂ. ഫൽ വജുഹു അന്നഹു ഇന്നമാ ഇഹ്തറസ ബിദാലിക. അപ്പോ മുസന്നിഫ് എന്താണ് ഇതുകൊണ്ട് ഇത്റാസ് ചെയ്തത്? അൻ ഇൽഹാഖിൽ ഹർഫി, ഹർഫിനെ ഇൽഹാഖ് ചെയ്യുന്നതാണ് എന്ത് അക്സർ ദാലിക എന്ന് പറഞ്ഞിട്ട് അതിന്റെ അക്കല്ലേതാ? അത് പിന്നെ ഈ പറഞ്ഞതാ അക്കല്ലു ദാലിക്കയാണ്. അക്കല്ലു ദാലിക്ക എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ആ ഹർഫിനെ ചേർക്കുന്നതാണ് ഒഴിവാക്കിയത്. ബാക്കി ചേർക്കുന്നതോ ഷർത്തും ഖൈദും ചേർക്കുന്നതും ഇബാറത്ത് മാറുന്നതും അതൊക്കെ ലറൂരിയാത്തിൽ പെട്ടതാണ് അല്ലെ. ഹർഫ് ചേർക്കുന്നത് ലറൂരിയല്ല ഹസനുമാണ് എന്ന് വരും. ഫഇന്നഹു ബഅലുൽ മുഷാർ ഇലൈഹി. ആ ഇൽഹാഖുൽ ഹർഫ് എന്ന് പറഞ്ഞത് ദാലിക്ക എന്റെ മുഷാർ ഇലൈഹിന്റെ ബഅലാണ്. പിന്നെ വഹുവ ഗൈറു ലറൂരിയിൻ, അത് മുഷാർ ഇലൈഹിന്റെ ബഅലുമാണ്, അത് ലറൂരിയും അല്ല. അപ്പൊ അതിനെ ഇഖ്റാജ് ചെയ്തു. ലാക്കിൻ ബിഗൈരി കൗനിഹി ലാ യതവഖഫ് സിഹത്തുൽ മാന അലൈഹി. പക്ഷേ ആ ഹർഫിനെ ചേർക്കുന്നത് എന്താണ് ലറൂരി അല്ല എന്ന് പറയണമെങ്കിൽ അതിനൊരു ഖൈദ് കൊടുക്കണം.
എല്ലാ സ്ഥലത്തും അറബ് ചേർത്തത് ലറൂരി അല്ലാത്തല്ല, ചില സ്ഥലത്തൊക്കെ അറബ് ചേർത്തത് ലറൂരി ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെയും പിന്നെ കൈതാക്കണം എന്നാ. ലാക്കിൻ ബി ഖൈദി കൗനിഹി ഇൽഹാഖുൽ ഹർഫ് ലാ യതവഖഫു സിഹത്തുൽ മാന അലൈഹി. മാന സഹിയായാൽ അതിനെ ആശ്രയിക്കുന്നില്ല എന്നാലേ ആ പറഞ്ഞേ പറ്റുള്ളൂ, അല്ല ആശ്രയിക്കുന്നെങ്കിൽ ആ പറഞ്ഞ് ശരിയാകുകയില്ല. ഇൻകാനത്തിൽ ഇഷാറത്തുൽ ജമീഅ മറ, അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. അക്സർ ദാലിക്ക എന്ന് പറഞ്ഞെടുത്ത് എന്താണ്, നഫായിസ് മുമ്പ് പറഞ്ഞ മുഴുവൻ നഫായിസിലേക്കുമാണ് ഇഷാറത്തെങ്കിൽ ഇൻകാനത്തിൽ ഇഷാറത്തു അക്സർ ദാലിക്ക, ആ ദാലിക്കന്റെ ഇഷാറത്ത് മാമറ മുഴുവനാണെങ്കിൽ, മാമറ മുഴുവൻ എന്ത് നഫായിസ് മുസ്തജാദാത്ത് മുഴുവനാണെങ്കിൽ, അവിൽ മുറാദു ബിൽ ഹർഫി, അല്ലെങ്കിൽ ആ ഇൽഹാഖ് ഹർഫ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് മുത്ലഖുൽ കലിമത്തി വലൗ ബിൽ മാനൽ ലുഗവി. അത് ഇൽഹാഖ് ഹർഫ് എന്ന് പറഞ്ഞാൽ മുത്തലക്ക് കലിമത്ത്. മുത്തലക്ക് കലിമത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സംസാരിക്കുന്നതൊക്കെയാണെന്നർത്ഥം. മായത്തക്കല്ലും ബിഹിൽ ഇൻസാൻ, അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും. അപ്പൊ മുത്തലക്ക് കലിമത്താകുമ്പോ ഇൽഹാഖ് ഹർഫ് എന്നതിൽ എന്തും പെടും, ഒരു മസല ചേർക്കുന്നതും പെടും. അപ്പൊ ഇവര് പറഞ്ഞു, ഷുറാഹ് പറഞ്ഞ പോലെ അതിനെ ഇസ്തിസ്നയ്യും ചെയ്യാം. അക്സർ എന്ന് പറഞ്ഞതുകൊണ്ട് അതിനാ പറഞ്ഞു അവിൽ മുറാദ് ബിൽ ഹർഫി മുത്തലക്കുൽ കലിമത്ത് വലൗ ബിൽ മാനൽ ലുഗവി. കലിമത്ത് മുത്തലഖ് കലിമത്ത് എന്ന് പറഞ്ഞത് ലുഗവിയായ മാനമുണ്ട് ആണെങ്കിലും ഇത്തജഹ മാ ഖാലൂഹു, അപ്പൊ അവർ പറഞ്ഞു ശരിയാവും. കമാ അന്നഹു മുത്തജിഉൻ അലാ ജർരി നഹ്വ്. വനഹവി ദാലിക എന്ന് പറഞ്ഞ ആ നഹവിന്റെ എന്താണ് ജർരി ചെയ്താലും അക്സർ ദാലിക എന്ന് പറഞ്ഞത് അവർ പറഞ്ഞ പോലെ ശരിയാവും. അതെ. പിന്നെ ഇനി അപ്പൊ ആ ഖുത്ബ ഇനി അവസാനിക്കാൻ പോവാ. അപ്പൊ ദ്വാരന്നിട്ട് നിർത്തുക. വഅലല്ലാഹിൽ കരീമി ലാ ഗൈരിഹി അൽ കരീമി ബിൻ നവാലി ഖബല സുവാലി. കരീം എന്ന് പറഞ്ഞാല് എന്താണ്, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നവൻ എന്നാണ്. ആവശ്യം മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്ന ആളാണ് കരീം എന്ന് പറയുക. അല്ലെങ്കിൽ അത് മുത്തലക്കൻ എന്താണ് മുഴത്തി എന്നർത്ഥം, ജവാദ് എന്നർത്ഥം. ചോദിക്കുന്നതിന് മുമ്പ് ശേഷം ഒന്നുമില്ല, ചോദിച്ചിട്ടും ചോദിക്കാതെയൊക്കെ കൊടുക്കുന്നവൻ എന്താണ് കരീം. വമിൻ സമ്മ ഉസ്സിറ ബി അന്നഹുല്ലദീ അമ്മ അതാഉഹു ജമീഅ ഖൽഖിഹി. അപ്പൊ അങ്ങനെ മുത്തലക്കൻ എന്താണ് അതാ ചെയ്യുന്നവന് കരീം എന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്നത്, ബി അന്നഹു കരീമിന് ഇങ്ങനെ തഫ്സീറുണ്ട്, അല്ലദീ അമ്മ അതാഉഹു ജമീഅ ഖൽഖിഹി, എല്ലാ ഖൽഖിനെയും അമ്മാക്കിയത്. അപ്പൊ എല്ലാ ഖൽഖിനെയും അമ്മാക്കിയത് എന്ന് പറയുമ്പോ സുവാലിന് മുമ്പ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ തഖ്സീസ് അതിനോട് യോജിക്കുന്നില്ലല്ലോ. സുവാലിന് മുമ്പും സുവാലിന് ശേഷവും എല്ലാ നിലക്കും ആ ഉമൂമ് വരണമെന്നുണ്ടെങ്കിൽ അതിനോട് യോജിപ്പ് ആ മുത്തലക്കാണ്. അപ്പൊ അങ്ങനെ തഫ്സീർ വന്നിട്ടുണ്ട്. ബിലാ സബബിൻ മിൻഹും, പക്ഷെ അവരിൽ നിന്ന് സബബില്ലാതെ എന്താണ് കൊടുക്കുന്നവൻ എന്നാണ്. പിന്നെ വമിൻ സമ്മ ഫുസ്സിറ ബിലാ സബബിൻ മിൻഹും എന്ന് തഫ്സീറുണ്ട്. അപ്പോ ബിന്നവാലി ഖബലസ്സുആലി എന്നുള്ളതിനോടല്ലേ യോജിക്കുക? അതിനോടാണ് അത് യോജിക്കുക. പിന്നെ ബിലാ സബബിൻ മിൻഹും എന്നുണ്ടല്ലോ, ഇവരിൽ നിന്നുള്ള സബബില്ലാതെ കൊടുക്കുന്നവൻ എന്ന് തഫ്സീർ വന്നത് ആ സുവാലിന് മുമ്പ് തന്നെ കൊടുക്കുന്നവൻ എന്നതിനോടാ യോജിപ്പ്. അവ മുത്തലക്കൻ എന്നുള്ളതിനോടല്ല. പിന്നെ തഫ്സീറുഹു ബിൽ അഹുവി അവിൽ അലിയി ബഈദുൻ, അങ്ങനെ തഫ്സീർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കരീം എന്നുള്ളതിന് തഫ്സീർ എന്താണ്, ഒരുപാട് ഖിലാഫുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അഫു ചെയ്യുന്നവൻ, വഅദ ചെയ്താൽ പൂർത്തിയാക്കുന്നവൻ, കൊടുത്തതിന് പിന്നെയും 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 കൊടുക്കുന്നവൻ, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ബഈദാന്നാ പറയുന്നത്. പിന്നെ ഇഅ്തിമാദി അലല്ലാഹിൽ കരീം ഇഅ്തിമാദി ബി അൻ യുഖ്ദിറനി അലാ ഇത്മാമിഹി. എന്തിനാണ് അവന്റെ മേലെ ഇഅ്തിമാദ്? ബി അൻ യുഖ്ദിറനി, അല്ലാഹ് എനിക്ക് ഖുദ്റത്ത് തരണം എന്നതുകൊണ്ടുള്ള ഇഅ്തിമാദാ. പിന്നെ അലാ ഇത്മാമിഹി കമാ അഖ്ദറനി അല ശുറൂഇ ഫീഹി ഫഇന്നഹു ലാ യറുദ്ദു മൻ ഇഅ്തമദ അലൈഹി. അല്ലാഹ് അവനെ ആശ്രയിച്ചവനെ റദ്ദ് ചെയ്യൂല. അപ്പോ ഇത് പൂർത്തിയാക്കാൻ അവന്റെ മേലാണ് ഇഅ്തിമാദ്.
വഫീ ഹാദാ കല്ലദീ സബഖ ഈദാനും ബി സബഖി വദഇൽ ഖുത്ബത്തി കണ്ടോ. അപ്പോ ഇതിലും എന്തുണ്ട്, ഇതിനു മുമ്പ് പറഞ്ഞ സിയാക്ക് നമ്മൾ പറഞ്ഞല്ലോ തുടങ്ങിയെന്നുള്ളതിന്. അപ്പൊ എന്ന പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, ഖുത്ബ ആദ്യമാണ് എന്ന് വരുന്നുണ്ട്. ഇലൈഹി തഫ്വീലി ലാ ഇലാഹ ഗൈരിഹി. അതെന്താ അങ്ങനെ? അല്ല, പൂർത്തിയായതിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ ആ പൂർത്തിയായതിന്റെ മേലെ ഹംദ് പറഞ്ഞുകൊണ്ടല്ലേ എന്താ അവസാനിപ്പിക്കണ്ടേ? അപ്പൊ അത് അങ്ങനെയല്ലല്ലോ. അപ്പോ ഇത് പൂർത്തിയാകാൻ വേണ്ടി ദ്വാരുന്നുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഇത് ഖുത്ബ ആദ്യമാണെന്നുള്ളത് അറിയിക്കുന്നുണ്ട്. ഇലൈഹി ലാ ഇലാഹ ഗൈരിഹി തഫ്വീലി മിൻ ഫവ്വല അംറഹു ഇലൈഹി എന്ന് പറയും. ഇദാ റദ്ദഹു റിളം ബിഫിഇലിഹി വഇതിഖാദൻ ലികമാലിഹി. അള്ളാന്റെ കമാൽ ഇഅ്തിഖാദ് ചെയ്തുകൊണ്ടും അവന്റെ ഫേലിൽ റിള ഉൾക്കൊണ്ടുകൊണ്ടും തൃപ്തി ഉണ്ടായും കൊണ്ടും കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴാണ് തഫ്വീൽ എന്ന് പറയാം. അല്ലാതെ ഏൽപ്പിച്ചാൽ എന്ത്, മനസ്സിന് തൃപ്തി ഇല്ലാതെ ഏൽപ്പിച്ചാൽ തഫ്വീൽ എന്ന് പറയൂല. വസ്തിനാദി ഫീ ദാലിക വഗൈരിഹി, ഏതില് പൂർത്തിയാകുന്നതിന് ആദ്യം പറഞ്ഞല്ലോ, അതിലും എന്ന പോലെ അല്ലാത്തതിലും എന്റെ തഫ്വീലും ഇസ്തിനാദും അവനിലേക്കാണ്. ഫഇന്നഹു ലാ യുഖയ്യിബു മൻ ഇസ്തനദ ഇലൈഹി, പിന്നെ അല്ലാഹ് ഖായിബാക്കൂല. വൽ ഇഅ്തിമാദു വൽ ഇസ്തിനാദു, അപ്പൊ ആദ്യം ഇഅ്തിമാദി എന്ന് പറഞ്ഞു, പിന്നെ വൽ ഇസ്തിനാദി എന്ന് പറഞ്ഞു. ഇത് രണ്ടും വേറെ വേറെയാണോ ഒന്നാണോ? യസിഹു അൻ യുദ്ദഅ തറാദുഹുമാ, രണ്ടും മുത്തറാദിമാണെന്ന് വാദിക്കാൻ പറ്റും. എന്ന പോലെ അന്നൽ എഴുത്തിമാദ് അഹസ്സു, എഴുത്തിമാദ് അഹസ്സാണ് എന്നും വാദിക്കാം എന്ന് പറഞ്ഞു. പിന്നെ രണ്ടും തറാദുബാണ് എന്നും വാദിക്കാം. തറാദുബാണെ കുഴപ്പമില്ല, ദുആർക്കുമ്പോൾ എന്താക്കണം, കുറച്ച് നീട്ടിപ്പരത്തി ദുആർക്കണമല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് എന്താണ്, മുത്തറാദിഫ് കൂട്ടിയതാണ്. പിന്നെ അല്ല, എഴുത്തിമാദ് അഹസ്സാണ് എന്ന് വാദിക്കുന്നതോ അതാ കുദ്റത്ത് ചോദിക്കുന്നത് മാത്രമാണല്ലോ. ഇസ്തിനാദ് എന്ന് പറഞ്ഞത് മുത്തലഖ് എഴുത്തിമാദാണ്. അങ്ങനെ പിന്നെ എഴുത്തിമാദ് അഖ്വാ മിനൽ ഇസ്തിനാദി എന്ന, അതന്നെ ഇസ്തിനാദ് എന്നതിനേക്കാൾ ഖുവ്വത്ത് കൂടിയതാണ് എന്ത്, എഴുത്തിമാദ് എന്നിങ്ങനെ അഹസ്സാണെന്നും ബാധിക്കാം. ഇനി വഅസ്അലുഹു നഫഅ ബിഹി ലീ വലിസായിരിൽ മുഅ്മിനീൻ എന്നാണ്. നഫഅ് ചോദിച്ചാണ് പിന്നെ ദ്വാരക്കുന്നത്, ഉപകാരം കിട്ടണം. അപ്പൊ തോന്നൂലേ ഈ കിതാബ് പൂർത്തിയായിന്ന്? പൂർത്തിയായി കഴിഞ്ഞിട്ടല്ലേ നഫി ചോദിക്കുക. അപ്പൊ അതിന് പറഞ്ഞതാണ്, അത് പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകുന്നുള്ള നല്ല പ്രതീക്ഷ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ദ്വാരുന്നതാണ്. വലമ്മ തമ്മ റജാഉഹു ബി ഇജാബത്തി സുആലിഹി, ചോദിച്ചതിന് ജവാബുണ്ടാകുമെന്നുള്ള അതുകൊണ്ടുള്ള റജാ പൂർണ്ണമാണ്. ഖദ്ദറ വുഖൂഅ മത്ലൂബിഹി, അപ്പൊ മത്ലൂബ് ചോദിക്കപ്പെട്ട കാര്യം സംഭവിക്കും എന്നുള്ളത് തഖ്ദീർ ചെയ്തിട്ട് ഫഖാല പറഞ്ഞത് വഅസ്അലുഹു നഫഅ ബിഹി ഐ ബിതൈലീഫിഹി ബിനിയ്യത്തിൻ സാലിഹത്തിൻ, സാലിഹായ നിയ്യത്തോടുകൂടെയുള്ള ഈ തൈലീഫ് കൊണ്ട് ഉപകരിക്കണം. ആർക്ക്? ലീ ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ഉപകരിക്കണം. ദുന്യാവിലെ ഉപകാരം എന്തല്ല, അതങ്ങനെ പരിഗണിക്കുന്നതല്ലോ. ഇത് ലാ മുഅവ്വല അലാ നഫഇഹി ഇല്ലാ അലാ നഫഇഹി, ആഖിറത്തിലെ നഫ്ആണ് എന്ത്, ആശ്രയിക്കപ്പെടുന്നത്. അപ്പൊ അതാണ് ചോദിക്കപ്പെടുന്നത്. പിന്നെ ദുന്യാവിലെ നഫ്ആണെങ്കിലോ അത് ഒരു മുഅവ്വലു അലൈഹി അല്ലല്ലോ എന്നാ, ദുന്യാവ് അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ബിൽ ആഖിറത്തി, ആഖിറത്തിലാണ് കാര്യം. പിന്നെ ആഖിറത്തില് നഫ്അ് കിട്ടുക എന്ന് പറഞ്ഞത് എന്തിനെ ആശ്രയിക്കും? ഫിദ്ദുന്യാ ഹസനത്തൻ എന്ന് പറഞ്ഞതിനെ ആശ്രയിക്കുമല്ലോ. റബ്ബനാത്തിന ഫിദ്ദുന്യാ ഹസനത്തൻ എന്ന് പറഞ്ഞതിന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ അർത്ഥം പറഞ്ഞത് എന്താണ്? ഫിദ്ദുന്യാ ഹസനത്തിന് ഓരോരുത്തർക്കും ആവശ്യമുള്ളതൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. ചിലർക്ക് സ്വത്ത് ആവശ്യമുണ്ട്, അതിനങ്ങനെ അർത്ഥം പറഞ്ഞ്. ചിലർക്ക് നല്ല പെണ്ണ് ആവശ്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് ചിലരങ്ങനെ പറഞ്ഞ്. അതൊന്നും അല്ല ശരി. പിന്നെ ആഖിറത്തിൽ ഫില്ലാഖിറത്തി ഹസനത്തൻ എന്നതിന് ദുന്യാവിൽ ഏത് അവസ്ഥയാണോ ഏത് കാര്യമാണോ ഉപകരിക്കുന്നത് അതാണ് ഫിദ്ദുന്യാ ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ ചിലർക്ക് ഇൽമായിരിക്കും ആഖിറത്തിൽ ഉപകാരമാണ്, ചിലർക്ക് മാലായിരിക്കും. അങ്ങനെ എന്താണ്, ചിലർക്ക് മുതലില്ലാതെ ഫക്കറായിരിക്കും. ചിലപ്പോ ആഖിറത്തിൽ ഇവൻ രക്ഷപ്പെടാൻ ഇവന് ഉപകാരം ഉണ്ടായാലും ദുനിയാവിൽ മുതലില്ലാതിരിക്കലായിരിക്കും.
അപ്പൊ അങ്ങനെ എന്താണോ അവസ്ഥ, അതാണ് ഇത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അതിനു മുമ്പ് ദുന്യാവിലെ കാര്യം ചോദിക്കുന്നവർക്ക് ലാ ഖലാഖലഹു മിനൽ ആഖിറത്തി അതിന് മുമ്പായത്ത് പറഞ്ഞപ്പോൾ അവിടെ ആത്തിന ഫിദ്ദുന്യാനെ പറഞ്ഞല്ലോ, അവിടെ ഹസനത്തൻ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അവിടെ അത് വലിയൊരു ദഖീഖായ പോയിന്റാ. പിന്നെ വലിസായിരിൽ മുസ്ലിമീൻ ഐ ബാക്കിഹിം, സായിർ എന്ന് പറഞ്ഞാൽ സുറുന്നാണോ അതെ സൂറുന്നാണോ? സുറുന്നാണെങ്കിൽ ബാക്കിന്നാ, സൂറുന്നാണ് ജമീന്ന, രണ്ടർത്ഥത്തിനും പറയാം. ഐ ബാക്കിഹിം, ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക്. അതായത് ആദ്യം മുസന്നിഫ് എനിക്ക് എന്ന് പറഞ്ഞല്ലോ, പിന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞാൽ മതി. അങ്ങനെ ഔ ജമീഅഹിം, അല്ലെങ്കിൽ എല്ലാവർക്കും. അപ്പോൾ എന്താണ്, മുസന്നിഫിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താ ആ മുസന്നിഫിന് ദ്വാരക്കെല്ലാം ഉണ്ടോട്ടാവും, തക്രാർ വരും, അതേ ഉള്ളൂ. അത് മിനസ്സുരി, ഈ സായിർ എന്ന് പറഞ്ഞാൽ സൂറിന്ന് മുസ്തഖാണ്. ഔ സൂരിൽ ബലദി, അല്ലെ സൂറുൽ ബലദ് എന്നതിൽ നിന്ന് മുസ്തഖാണ്. സൂറുൽ ബലദിൽ എല്ലാം ഉൾപ്പെടുമല്ലോ, അല്ലെ? സൂറ് അതിർത്തിയല്ലേ, അതിർത്തിക്കുള്ളിലായിരിക്കുമല്ലോ എല്ലാം. അപ്പൊ അവിടുന്ന് അതീന മുസ്തഖാവുമ്പോ ജമീഅ എന്നുള്ള അർത്ഥം വരും. പിന്നെ ബിഅൻ യുൽഹിമഹുമുൽ ഇഅ്തിനാഅ ബിഹി, ആ മുസ്ലിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുക, അവർക്ക് ഈ കിതാബ് എന്താണ് ഇഅ്തിനാ ചെയ്യണം, പരിഗണിക്കണം എന്ന് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കണം. വലൗബി മുജറദ് കിതാബത്തിന്, അത് എഴുതിയിട്ട് മാത്രമാണെങ്കിലും, അതായത് ഇപ്പോഴാണല്ലോ പ്രിന്റ് വന്നത്, പഴയ കാലത്ത് എഴുതിയിട്ട് ആൾക്കാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ അല്ലെങ്കിൽ വിൽക്കും, അങ്ങനെ കാത്തിബീങ്ങൾ ഉണ്ടാവും കിതാബത്തിന്റെ. അപ്പോൾ എന്താണ് ആ കിതാബ് ഒന്ന് എഴുതണം തോന്നുക. അവരിങ്ങനെ എന്താണ് ബുക്സ്, അന്നത്തെ ബുക്സാളുകൾ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതികൾ എഴുതി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിപ്പോകും, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആ കിതാബത്ത് പിന്നെ നക്കലിൻ, അല്ലെങ്കിൽ എന്ത് നക്കലി ചെയ്യുക, ഈ കിതാബിന് നക്കലി ചെയ്യുക, മറ്റുള്ളവർ എന്താണ് കിതാബ് എഴുതുമ്പോൾ അതിലേക്ക് നക്കലി ചെയ്യുക, അല്ലെ? അങ്ങനെ വഖഫിൻ, അല്ലെങ്കിൽ കിതാബ് വഖഫ് ചെയ്യുക, എങ്ങനെയായാലും മതി. ഇതെല്ലാം എഴുത്തിനാവ്. വനഫഉഹും യസ്തൽസിമു നഫഅഹു, മുസ്ലിങ്ങൾക്ക് നഫ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മുസന്നിഫിന് നഫ്ഇനെ ലാസിമാക്കൽ അന്നഹു സബബു ഫീഹി, പിന്നെ വരിദ്വാനഹു, എന്താ അള്ളാഹിനോട് ചോദിക്കുന്നു എന്നല്ലേ പറഞ്ഞു, വഅസ്അലുഹു നഫഅ വരിദ്വാനഹു അന്നി വഅൻ അഹിബ്ബാഇ വജമീഉൽ മുഅ്മിനീൻ. അഹിബ്ബാ എന്ന് പറഞ്ഞത് ബിത്തശ്ദീദി വൽ ഹംസി, ഐ മൻ യുഹിബ്ബൂനി വ ഉഹിബ്ബുഹും, അങ്ങോട്ട് സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, അതാണ് അഹിബ്ബാ എന്ന് പറഞ്ഞത്. വൈല്ലം ഏറ്റി സമനുഹും, ആ അഹിബ്ബായിന്റെ കാലം എത്തിയിട്ടില്ല. അതായത് നമ്മളൊക്കെ ഇപ്പോൾ നബിമാമിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ കിതാബ് ഓതുന്നു എന്നുള്ള നിലക്ക് അവർക്ക് നമ്മളോട് സ്നേഹം തന്നെയാണ്. അവരുടെ ഇൽമല്ലേ, ഇമാം നബി റളിയല്ലാഹുവിന്റെ ഇൽമല്ലേ, നമ്മൾ എന്താണ് അതുകൊണ്ട് അമൽ ചെയ്യുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമല്ലോ, ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അക്കാലത്ത് ജീവിച്ചവരല്ല. അതാ വൈല്ലം ഏറ്റി സമനുഹും ലിഅന്നഹു യംബഗി അൻ യുഹിബ്ബ ഫില്ലാഹി കുല്ല മൻ ഇത്തസഫ ബികമാലിൻ സാബിഖൻ വലാഹിഖൻ. കാരണം അനിവാര്യമാണ് അൻ യുഹിബ്ബ, ഒരു മുസന്നിഫ് അഹിബ്ബാഇ എന്ന് പറഞ്ഞ മുത്തക്കല്ലിമിന്റെ ലമീർ ഉണ്ടല്ലോ, അപ്പോ അതിലേക്കാണ് എന്ത് യുഹിബ്ബ എന്ന് പറഞ്ഞ ലമീർ മടങ്ങുന്നത്. ഫില്ലാഹി കുല്ല മൻ ഇത്തസഫ ബികമാലിൻ, കമാല് കൊണ്ട് സിഫത്തുള്ള എല്ലാവരെയും ഇഷ്ടപ്പെടുമല്ലോ, അത് വേണ്ടതാണ്. അത് മുമ്പുള്ളവരാണെങ്കിലും ശേഷമുള്ളവരാണെങ്കിലും. സാബിഖൻ വലാഹിഖൻ വജമീഉൽ മുഅ്മിനീൻ ഫീഹി തക്റാറു ദുആഇ ലിൽ ബഅദിൽ ലദീ ഹുവ മിൻഹു. അപ്പൊ നേരത്തെ പറഞ്ഞ എന്താണ് മുസന്നിഫും എന്ന പോലെ അഹിബ്ബായി അന്നി വഅൻ അഹിബ്ബായി എന്ന് പറഞ്ഞ മുസന്നിഫും അഹിബ്ബാവും ഈ ജമീഉൽ മുഅ്മിനീനിൽ പെട്ടല്ലോ. അപ്പൊ അവർക്ക് എന്താണ് തക്റാറു ദുആ ഉണ്ട്. പിന്നെ വല്ലിസ്ലാമു വൽ ഈമാൻ, അവിടെ മുസ്ലിമീൻ എന്ന് പറഞ്ഞ ആദ്യം ലിസായിരിൽ മുസ്ലിമീൻ, ഇവിടെ ജമീഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ് ഇത് രണ്ടും ഒന്നാണോ എന്ന്. വല്ലിസ്ലാമു വൽ ഈമാനു താല ഫീമാ ബൈനഹുമാ മിനൻ നസബി അൽ കലാമു, ഇത് രണ്ടിന്റെ ഇടയിലുള്ള നസബ എന്ത്, മിനൻ നിസബി, അതിന്റെ ഇടയിലുള്ള നിസ്ബത്ത് എന്ത്, നിസബീന്നും ആയിരിക്കാം. നിസ്ബത്ത് എന്ത്, മുത്തറാദിഫാണോ തബായുനാണോ ആമ്മ ഖസ് മുത്തലക്കാണോ, അതാ നിസബീന്ന്, നിസ്ബത്തിന്റെ അമ്മ നിസബ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള നിസ്ബ എന്ത് എന്നതില് കലാം നീണ്ടിട്ടുണ്ട്. താലൽ കലാം വൽഹഖു അന്നഹുമാ മുത്തഹിദാനി മാസദഖൻ എന്താണ്
അത് മുത്തഹിദാണ്, മുഖ്തലിഫാനി മഫ്ഹൂമെന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പോ മുത്തഹിദാനി എന്ന് പറയാൻ കാരണം എന്താ? ഇത് ലാ യൂജദു ശർഅൻ മൂമിനുൻ ഗൈറു മുസ്ലിമിൻ വലാ അക്സുഹു. മുസ്ലിം അല്ലാത്ത മൂമിനോ മൂമിനല്ലാത്ത മുസ്ലിമോ ശറയിൽ ഉണ്ടാവില്ല. മൂമിനാണെ മുസ്ലിമാണ്, മുസ്ലിമാണെ മൂമിനുമാണ്. അങ്ങനെ അതാ കമാലുൽ ഈമാനിനെ കുറിച്ചല്ല പറയുന്നത്, അസ്ലുൽ ഈമാനിനെ കുറിച്ച്. അതായത് ഈമാൻ എന്ന് പറഞ്ഞാല് തസ്ദീഖും ബിമാ ജാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ ബിമാ ബികുല്ലി മാ ഉലിമ മജീഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി മിനല്ലാഹി തആല ബിൽദറൂറത്തി എന്ന് പറഞ്ഞാൽ തസ്ദീഖ് ഉണ്ടല്ലോ, അതനുസരിച്ച് അതന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. നുത്തുക്കും ബി ഷഹാദത്തൈനിയാണല്ലോ അത്. അല്ലാതെ വേറൊരു ഈമാൻ ഉണ്ട്, ലായസിനിസാനി ഹീനയസിനി ഓഹോ മോമിനുൻ എന്ന് പറഞ്ഞല്ലോ. ആ ഈമാനല്ല. ആ ഈമാൻ എന്ന് പറഞ്ഞത് കമാലുൽ ഈമാനാ, അസുലുൽ ഈമാനല്ല. അപ്പൊ അത് വേറെയാണ്. പിന്നെ അപ്പൊ ഈ പറഞ്ഞ എന്താണ് ഇത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇഷ്കാല് അല്ല, അങ്ങനെയല്ലോ, കൽബ് കൊണ്ട് ഈമാൻ ഉണ്ടാകാം, ലഫ്ല് കൊണ്ട് ഉച്ചരിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ മോമിന് ഉണ്ടല്ലോ, മുസ്ലിം അല്ലാത്ത മോമിനുണ്ടല്ലോ. അതിന് പറയോ ഒമന്നാമന ബി ഖൽബിഹി വ തറക്ക തലഫുദ ബി ലിസാനിഹി മാ ഖുദ്റത്തിഹി അലൈഹി. നാവ് കൊണ്ട് ഉച്ചരിക്കൽ ഒഴിവാക്കിയത്, നാവ് കേൾക്കാത്ത എന്താണ്, അല്ല നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ആളല്ല. അല്ലെങ്കിൽ മാ ഖുദ്റത്തി അലൈഹി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾക്കെന്ത് പറഞ്ഞാല് ഇയാളെ കൊന്നു കളയും, അത് പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക അങ്ങനെ. അപ്പൊ അങ്ങനെ ഖുദ്റത്തുള്ളതോടുകൂടെ, അല്ല ഖുദ്റത്തില്ലാത്തതല്ല, ഖുദ്റത്തുള്ളതോടുകൂടെ നഖലൽ മുസന്നിഫുൽ ഇജ്മാ അലാ തഖ്ലീദിഹി ഫിന്നാർ, ആ ആള് നരകത്തിൽ ഖാലിദാണ് എന്ന് പറഞ്ഞാൽ അയാൾ മൂമിനല്ല, മുസ്ലിമും അല്ല, കാഫിറോ മുശ്രിക്കോ മുൽഹിദോ ഒക്കെ ആണ് എന്ന് നബി ഇമാം ഇജ്മാഇനെ നഖൽ ചെയ്തിട്ടുണ്ട്. ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. ലാക്കിൻ ഉഴ്ത്തുരില്ല, പക്ഷെ ആ ഇജ്മാ ആ മുസന്നിഫിന്റെ നഖല് ഇത്റാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിഅന്ന കസീരീന ബലിൽ മുഹഖ്ഖീന അലാ ഖിലാഫിഹി, ഒരുപാട് മുഹഖ്ഖീങ്ങൾ അതിനെതിരാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൽബ് കൊണ്ടുള്ള ഈമാന് മതിയാകും. എന്നാൽ ഉഴുതുണ്ടായിട്ട് പറയാത്തതാണെങ്കിലോ, കുതിരത്തില്ലാത്തത് കൊണ്ട് പറയാത്തതാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അയാള് പിന്നെ മൂമിന് തന്നെയാണ്, സ്വർഗത്തിലാണ്. അങ്ങനെ ബലിൽ ഇനിയോ മുഖ്തലിഫാനി, അത് മുത്തഹിദാനിന്റെ വാക്യ. മുഖ്തലിഫാനി മഫൂമൻ, ഇത് മഫൂമുൽ ഇസ്ലാമി അൽ ഇസ്തിസ്ലാമു, വഴിപ്പെടുക, അനുസരിക്കുക, കീഴ്പ്പെടുക എന്നൊക്കെയാണ്. അൽ ഇസ്തിസ്ലാമു അൽ ഇൻഖിയാദ്. അപ്പൊ മഫൂമുൽ ഈമാൻ അത്തസ്ദീഖൂന. അപ്പൊ ഒന്ന് ഇസ്തിസ്ലാമാണ്, മറ്റേത് തസ്ദീഖാണ്. അത്തസ്ദീഖുൽ ജാസിമു ബികുല്ലി മാ ഉലിമ മജീഉഹു സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം ബിഹി ബിൽദറൂറത്തി ഇജ്മാലൻ ബിൽ ഇജ്മാലി വ തഫ്സീലൻ ബിൽ തഫ്സീലിയീന. ഇനി കിതാബു ത്വഹാറത്താണ്. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് എത്തി. ഇതുവരെ മുഖദ്ദിമയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഖുതുബൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.